വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ ഹൈഡ്രോകാർബൺസ് ചാപ്റ്ററിലെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഹൈഡ്രോകാർബൺസിന്റെ ഒരു ബേസിക് ഐഡിയ നോക്കാം. ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്, അതായത് കെമിക്കൽ കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഒൺലി. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനാണ് നമ്മൾ ഹൈഡ്രോകാർബൺസ് എന്ന് റെഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന LPG, ദാറ്റ് ഈസ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, കോൾ ഗ്യാസ്, LNG, പെട്രോൾ, ഡീസൽ, ഇതെല്ലാം ഫ്യൂവൽസ് ആയിട്ട് നമ്മൾ കോമൺലി ഡെയിലി യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് ആണ് അല്ലെ. അപ്പം ഈ ഫ്യൂവൽസിലെല്ലാം മിക്സ്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ് പ്രസന്റ് ആയിട്ടുണ്ട്. ആ ഹൈഡ്രോകാർബൺസ് ആണ് ഈ ഫ്യൂവലിന്റെ സോഴ്സ് ഓഫ് എനർജി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഹൈഡ്രോകാർബൺസ് നമ്മൾ പല പോളിമേഴ്സിന്റെ മാനുഫാക്ചറിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പോളിത്തീൻ, പോളിപ്രൊപ്പീൻ, പോളിസ്റ്റൈറീൻ്റെ ഒക്കെ മാനുഫാക്ചറിംഗിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓൾസോ ഇത് നമ്മൾ പെയിന്റിലൊക്കെ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓൾസോ ഡൈ മേക്കിങ്ങിന്, ഡ്രഗ് മേക്കിങ്ങിലൊക്കെ നമ്മൾ ഹൈഡ്രോകാർബൺസ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് കാർബൺ കാർബൺ ബോൺസ് പ്രസന്റ്, നമ്മൾ ഹൈഡ്രോകാർബൺസിനെ മൂന്നാക്കിയിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, സെക്കൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആൻഡ് തേർഡ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ കാർബൺ കാർബൺ ആൻഡ് കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ആയിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് നോക്കുകയാണെങ്കിൽ അവിടെ കാർബൺ കാർബൺ മൾട്ടിപ്പിൾ ബോൺസ്, ഡബിൾ ബോൺസ്, ട്രിപ്പിൾ ബോൺസ് അല്ലെങ്കിൽ ബോത്ത്, അങ്ങനെ വരുന്ന കേസിലാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് വരുന്നത്. ഇനി അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. ഇനി ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രോകാർബൺസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽക്കെയിൻസ് ആണ്. ആൽക്കെയിൻസ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ടൈപ്പ് ഓഫ് ഹൈഡ്രോകാർബൺസ് ആണ്. അവർക്ക് ഓപ്പൺ ചെയിൻ ആയിരിക്കും, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടഡ് ആയിരിക്കും ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ഇനി കുറെ അധികം ടൈപ്പ് ഓഫ് ആൽക്കെയിൻസ് ഉണ്ട്. ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കെയിൻ ഫാമിലി എന്ന് അറിയപ്പെടുന്നത് മീതെയിൻ ആണ്. മീതെയിൻ ഗ്യാസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. കോൾ മൈൻസിലൊക്കെ കാണപ്പെടുന്ന ഒരു മെയിൻ ഗ്യാസ് ആണ് മീതെയിൻ. ആൻഡ് കെമിക്കൽ ഫോർമുല വരുന്നത് CH4 എന്നാണ്. ഓക്കെ. ഇനി ഹൈഡ്രോകാർബൺ with molecular formula C2H6 is known as ethane, which is also an alkane. In hydrocarbons normal conditionൽ inert ആയിട്ടാണ് exist ചെയ്യുന്നത്, as they do not react with acids, bases and other reagents. ആൽക്കെയിൻസിനെ അല്ലെങ്കിൽ ഹൈഡ്രോകാർബൺസിനെ earlier ഡേയ്സിലൊക്കെ പാരഫീൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്: CnH2n+2 എന്നാണ് ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല വരുന്നത്. ഇനി മീഥേനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീഥേൻ ഒരു ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആണുള്ളത്. അതില് സെന്റർ പോർഷനിലായിരിക്കും ആ ഒരു കാർബൺ ആറ്റം ലൈ ചെയ്യുന്നത്. അതിന്റെ അതായത് 4 കോർണേഴ്സിലായിട്ട് കാർബണ് ചുറ്റും 4 ഹൈഡ്രജൻ ആറ്റംസ് ലൈ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു ടെട്രാഹീഡ്രൽ റെഗുലർ സ്ട്രക്ചർ ആണ് മീഥേനിന് വരുന്നത്. എല്ലാ ഹൈഡ്രജൻ ബോണ്ടും ആംഗിൾ വരുന്നത് എത്രയാണ് മീഥേനില്? 109.5 ഡിഗ്രി ആണ്. ആൽക്കെയിൻസില് ടെട്രാഹീഡ്രനെ ജോയിൻ ടുഗദർ ചെയ്തിരിക്കുന്നത് കാർബൺ കാർബൺ ബോണ്ട് അല്ലെങ്കിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ്. കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് വരുന്നത് എത്രയാണ് ആൽക്കെയിൻസില്? 154 പൈക്കോമീറ്ററും കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് വരുന്നത് 112 പൈക്കോമീറ്ററും ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ആൽക്കെയിൻസിന്റെ നോമൻക്ലേച്ചർ ആൻഡ് ഐസോമെറിസം നോക്കാം. കോമൺ നെയിം നമ്മളിവിടെ കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് ഓഫ് ആൽക്കെയിൻസ്. ഇതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളതാണ് ആ ആൽക്കെയിൻസിന്റെ കോമൺ നെയിം, മറ്റേത് ഐയുപാക് നെയിം ആണ് വരുന്നത്. ഓക്കെ. ഫസ്റ്റ് 3 ആൽക്കെയിൻസ്, ദാറ്റ് ഈസ് മീഥെയിൻ, ഈഥെയിൻ ആൻഡ് പ്രൊപ്പെയിൻ, അവർക്ക് ഓൺലി 1 സ്ട്രക്ചർ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രൊപ്പെയിൻ കഴിഞ്ഞിട്ട് കൂടുതൽ ഹയർ ആൽക്കെയിൻസിലേക്ക് പോകുന്തോറും അവർക്ക് മോർ ദാൻ 1 സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊപ്പെയിൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആൽക്കെയിൻ വരുന്നത് ഏതാണ്? ബ്യൂട്ടെയിൻ ആണ് അല്ലെ. അപ്പൊ ബ്യൂട്ടെയിന്റെ അല്ലെങ്കിൽ N ബ്യൂട്ടെയിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ എത്ര കാർബൺ ആറ്റംസ് ആണുള്ളത്? 4 കാർബൺ ആറ്റംസ് ആണുള്ളത്. അതിന് ചുറ്റും ഹൈഡ്രജൻ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ. ബോയിലിംഗ് പോയിന്റ് ഓഫ് ബ്യൂട്ടെയിൻ വരുന്നത് 273 കെൽവിൻ ആണ്. ഇനി നെക്സ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഐസോബ്യൂട്ടെയിൻ അല്ലെങ്കിൽ 2 മീഥൈൽ പ്രൊപ്പെയിൻ എന്ന് പറയും.
അതിന്റെ സ്ട്രക്ചർ ആണ്. ബോയിലിംഗ് പോയിന്റ് വരുന്നത് 261 കെൽവിൻ. ഇനി നെക്സ്റ്റ് പെൻറ്റെയ്ൻ which consists of 5 carbon atoms. അവരുടെ കോമൺ നെയിം വരുന്നത് N പെൻറ്റെയ്ൻ എന്നാണ്. ബോയിലിംഗ് പോയിന്റ് 309 കെൽവിൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഐസോപെൻറ്റെയ്ൻ ആണ്. അതിന്റെ കെമിക്കൽ നെയിം എന്താണ്? 2-methyl butane which is the IUPAC name. ബോയിലിംഗ് പോയിന്റ് വരുന്നത് 301 കെൽവിൻ ആണ്. Then next neopentyne ആണ്. ബോയിലിംഗ് പോയിന്റ് 282.5 കെൽവിൻ ആൻഡ് IUPAC നെയിം വരുന്നത് 2,2-dimethyl propane എന്നാണ്. നമ്മൾ മുന്നത്തെ സ്ലൈഡില് 5 സ്ട്രക്ചേഴ്സ് കണ്ടു അല്ലെ? അപ്പൊ അതിൽ ഓരോ സ്ട്രക്ചറും വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ സ്ട്രക്ചർ 1 and 2 നോക്കിയാല് അതിന്റെ മോളിക്കുലർ ഫോർമുല നോക്കിയാൽ സെയിം മോളിക്കുലർ ഫോർമുലയാണ് സ്ട്രക്ചർ 1നും 2നും വരുന്നത്. പക്ഷെ അവരുടെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ആൻഡ് ഓൾസോ ബോയിലിംഗ് പോയിന്റ് എന്താണ്? ഡിഫറെന്റ് ആണ്. സിമിലർലി തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് സ്ട്രക്ചറും എന്താണ്? അവർക്കും സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഇനി സ്ട്രക്ചർ 1 and 2 എന്താണ്? ബ്യൂട്ടൈന്റെ ഐസോമേഴ്സ് ആണ്. ഇനി സ്ട്രക്ചർ 3, 4 and 5 പെൻറ്റെയ്ന്റെ ഐസോമേഴ്സ് ആണ്. ഓക്കെ. അവരുടെ സ്ട്രക്ചറിലുള്ള ഒരു ഡിഫറൻസ് കാരണമാണ് പ്രോപ്പർട്ടീസിലും ആ സെയിം ഡിഫറൻസ് വരുന്നത്. അങ്ങനെയുള്ള ഐസോമേഴ്സിനെ നമ്മൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി സ്ട്രക്ചർ 1 and 3ക്ക് ഒരു കണ്ടിന്യൂസ് കാർബൺ ആറ്റത്തിന്റെ ചെയിൻ ആണുള്ളത്. പക്ഷെ സ്ട്രക്ചർ 2, 4 and 5ന് ബ്രാഞ്ച്ഡ് ചെയിൻ ഓഫ് കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു കാർബൺ ആറ്റത്തിൽ ഡിഫറൻസ്, അതായത് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് കാർബൺ ആറ്റം ആൻഡ് ബ്രാഞ്ച്ഡ് ചെയിൻ ഓഫ് കാർബൺ ആറ്റം, ഇങ്ങനെ വരുന്ന സ്ട്രക്ചറൽ ഐസോമേഴ്സ് വിച്ച് ഡിഫർ ഇൻ ചെയിൻ ഓഫ് കാർബൺ ആറ്റത്തിനെയാണ് നമ്മൾ ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിന്റെ ബേസിസിൽ നമ്മൾ കാർബൺ ആറ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ആസ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഓർ ക്വാട്ടർണറി. ഓക്കെ. കാർബൺ ആറ്റം അറ്റാച്ച്ഡ് ടു no other carbon atom as in methane, അല്ലെങ്കിൽ only one carbon atom as in ethane, അങ്ങനെയുള്ള കാർബൺ ആറ്റത്തിനാണ് നമ്മൾ പ്രൈമറി കാർബൺ ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ. ടെർമിനൽ കാർബൺ ആറ്റംസ് എപ്പോഴും പ്രൈമറി ആയിരിക്കും. 2 കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റംസിനാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നത്. ഇനി അത് 3 കാർബൺ ആറ്റംസിലാണെങ്കിൽ ടെർഷ്യറി കാർബൺ എന്ന് പറയും. ആൻഡ് നിയോ അല്ലെങ്കിൽ ക്വാട്ടർണറി കാർബണിലേക്കാണ് 4 കാർബൺ ആറ്റംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ അതിനെ നമ്മൾ ക്വാട്ടർണറി കാർബൺ എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി C6H14 എന്ന് പറയുന്ന ആൽക്കെയിന് 5 ഐസോമേഴ്സ് ആണ് ഉള്ളത്. C7H16 ആവുമ്പോഴത്തേക്കും അത് 9 ഐസോമേഴ്സ് ആവുന്നു. ആൻഡ് C10H20 ആവുമ്പോഴത്തേക്കും അത് ഓൾമോസ്റ്റ് 75 ഐസോമേഴ്സ് ആണ് ഈ ഒരു ആൽക്കെയിന് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ. ഇനി ചില കാർബൺ ചെയിനിലൊക്കെ നമ്മൾ കാണാൻ സാധിക്കും, ചില കാർബൺ ആറ്റത്തിലേക്ക് ചില ഗ്രൂപ്പ്സിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് CH3, C2H5, C3H7 അങ്ങനെയൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള കേസസ് നമ്മൾ കാണും. ഓക്കെ. അപ്പൊ അങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻസിനെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ആൽക്കെയിൻസിൽ നിന്നാണ് ബൈ റിമൂവിങ് 1 ഹൈഡ്രജൻ ആറ്റം. ആൽക്കൈൽ ഗ്രൂപ്പ്സിന്റെ ജനറൽ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്: CnH2n+1. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾ 3-ethyl-2,2-dimethyl pentane ആണ്. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ പെൻറ്റെയിൻ ഉണ്ട് ആ ഒരു IUPAC നെയിമിങ്ങിൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാർബൺ ചെയിനിൽ 5 കാർബൺ ആറ്റംസ് ആയിരിക്കും ഉള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ കാർബൺ ആറ്റത്തിന്റെ ചെയിനിനെ നമ്മൾ നമ്പറിങ് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഫസ്റ്റ് തൊട്ട് 5th കാർബൺ ആറ്റം വരെ നമ്മൾ ഇവിടെ നമ്പറിങ് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 3rd കാർബൺ ആറ്റത്തില് നമ്മൾ ഈഥൈൽ ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് 2-methyl ഗ്രൂപ്പ് അറ്റ് കാർബൺ നമ്പർ 2. ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ 3rd സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. അതായത് ഈഥൈൽ ഗ്രൂപ്പിനെ C2H5 ഗ്രൂപ്പിനെ നമ്മൾ 3rd കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ആൻഡ് 2 methyl ഗ്രൂപ്പ് വിച്ച് ഈസ് CH3നെ നമ്മൾ കാർബൺ 2ലും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഓരോ കാർബൺ ആറ്റത്തിന്റെയും വാലൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ പുട്ടിംഗ് റിക്വയർഡ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. അതാണ് ഇവിടെ
ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഓഫ് ആൽക്കെയിൻസ് ആണ്. അപ്പൊ ആൽക്കെയിൻസിന്റെ ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് തന്നെയാണ്. ഇനി അത് നമുക്ക് ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ കെമിക്കൽ ലാബോറട്ടറീസിലൊക്കെ ലാർജ് സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കുറച്ച് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്തേ മതിയാവൂ. അപ്പൊ അങ്ങനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ്. അതായത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ലൈക്ക് ആൽക്കീൻസ്, ആൽക്കൈൻസ്, ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസിനൊപ്പം നമ്മൾ ഡൈഹൈഡ്രജൻ ഗ്യാസ് ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ഫൈൻലി ഡിവൈഡഡ് കാറ്റലിസ്റ്റ് ലൈക്ക് പ്ലാറ്റിനം, പല്ലേഡിയം അല്ലെങ്കിൽ നിക്കൽ കാറ്റലിസ്റ്റ്. ഇത് ഫൈനലി എന്താണ് ആൽക്കെയിൻ ആയിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഹൈഡ്രജനേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് ഈ ഒരു ഹൈഡ്രജനേഷൻ പ്രോസസ്സിൽ? മെറ്റൽസ് ഡൈഹൈഡ്രജൻ ഗ്യാസിലേക്ക് അബ്സോർബ് ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ ഹൈഡ്രജൻ ബോണ്ടിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, ആൻഡ് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ നമുക്ക് ഇപ്പോൾ നിക്കൽ കാറ്റലിസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബാക്കി കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഹയർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ റിക്വയർഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈത്തീനിൽ നിന്ന് നമ്മൾ ഈത്തൈനെ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് പ്രൊപ്പീൻ ടു പ്രൊപ്പെയിൻ ആൻഡ് പ്രൊപ്പൈൻ ടു പ്രൊപ്പെയിൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ആൽക്കൈൽ ഹാലൈഡ്സിനെ നമ്മൾ സിങ്ക് ആൻഡ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ചിട്ട് റിഡക്ഷൻ ചെയ്താൽ നമുക്ക് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആൽക്കെയിൻസിനെ കിട്ടുന്നതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്ലോറോമീതെയിൻ റെഡ്യൂസ്ഡ് ആയിട്ട് മീതെയിൻ നമുക്ക് കിട്ടുന്നു. ആൻഡ് ക്ലോറോ ഈതെയിൻ ടു ഈതെയിൻ, ദെൻ 1 ക്ലോറോ പ്രൊപ്പെയിനിൽ നിന്ന് നമുക്ക് പ്രൊപ്പെയിനെ കിട്ടുന്നു. ഓക്കെ, ഇനി ആൽക്കൈൽ ഹാലൈഡ്സിനെ നമ്മൾ സോഡിയം മെറ്റൽ വെച്ചിട്ട് ഡ്രൈ ഈതറിൽ ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് ഹയർ ആൽക്കെയിൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ വുഡ്സ് റിയാക്ഷൻ ഒരു പർട്ടിക്കുലർ കേസിലാണ് യൂസ് ചെയ്യുന്നത് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഹയർ ആൽക്കെയിൻസ് കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അപ്പൊ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വിത്ത് ഇൻ ഹയർ ആൽക്കെയിൻസ് റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ വുഡ്സ് റിയാക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബ്രോമോമീതെയിൻ പ്ലസ് BrCH3 ഇൻ presence of dry ether gives ethane plus 2NaBr and bromoethane plus BrC2H5 in presence of dry ether we get N-butane. ഇനി നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫ്രം കാർബോക്സിലിക് ആസിഡ്സ് ആണ്. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, ഫോർ എക്സാമ്പിൾ സോഡിയം എത്തനോയേറ്റ്. ഓക്കെ, അതിനെ നമ്മൾ സോഡ ലൈം അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യിച്ചാൽ എന്താണ് നമുക്ക് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആൽക്കെയിൻസ് അവിടെ കിട്ടും. ഓക്കെ, അതായത് കാർബോക്സിലിക് ആസിഡിനെക്കാട്ടും 1 കാർബൺ ആറ്റം ലെസ് ആയിട്ടുള്ള ആൽക്കെയിൻ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫ്രം കാർബോക്സിലിക് ആസിഡിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഡീകാർബോക്സിലേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു അക്വ സൊല്യൂഷൻ ഓഫ് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ ഇലക്ട്രോലൈസ് ചെയ്താൽ നമുക്ക് എന്താണ് ആൽക്കെയിൻസ് കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അറ്റ് ആനോഡ് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ സോഡിയം അസറ്റേറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന അക്വ സൊല്യൂഷൻ ഓഫ് സോഡിയം സോൾട്ട്. ഓക്കെ, അപ്പം കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡിൽ വരുന്ന കെമിക്കൽ റിയാക്ഷൻസ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ് ആണ് ഇവിടെ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും മീതെയിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻസ് ആണ്. ആൽക്കെയിൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവരുടെ കാർബൺ അല്ലെങ്കിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന്റെ ആ ഒരു കോവാലന്റ് നേച്ചർ കാരണമാണ് ഈ ഒരു നോൺ പൊളാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓൾസോ ഇലക്ട്രോനെഗറ്റിവിറ്റി ബിറ്റ്വീൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് വെരി ലെസ് ആണ്. ആൽക്കെയിൻസിന് വീക്കർ ആയിട്ടുള്ള വാണ്ടർവാൾസ് ഫോഴ്സ് ആണുള്ളത്. അപ്പൊ ഈ ഒരു വീക്ക് ഫോഴ്സ് കാരണം തന്നെ ഫസ്റ്റ് 4 മെമ്പേഴ്സ് ഓഫ് ഫാമിലി, ദാറ്റ് ഈസ്
C1 to C4 ഗ്യാസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആൻഡ് C5 to C17 ലിക്വിഡ്സ് ആയിട്ടും ആൻഡ് 18 കാർബൺ ആറ്റംസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻസ് സോളിഡ് ആയിട്ടുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് at 298 Kelvin. They are colorless and odorless hydrocarbons. ഇനി ചില കേസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്രോൾ ഈസ് എ മിക്സ്ചർ ഓഫ് ഹൈഡ്രോകാർബൺ. ഓൾസോ നമ്മൾ ഓട്ടോമൊബൈൽസിലൊക്കെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹൈഡ്രോകാർബൺ കൂടിയാണ്. പെട്രോളില് ലോവർ ഫ്രാക്ഷൻസ് ഓഫ് പെട്രോളിയം ഉണ്ട്. ഓൾസോ ഇത് നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ ക്ലോത്തിന്റെ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ സ്റ്റെയിൻസിനെ ഗ്രീസ് സ്റ്റെയിൻസിനെ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് കൂടി യൂസ് ചെയ്യുന്ന ഒരു ഹൈഡ്രോകാർബൺ ആണ്. ഓക്കെ, ഇനി ബോയിലിംഗ് പോയിന്റ് ഓഫ് ഡിഫറെന്റ് ആൽക്കെയിൻസ് എടുത്താൽ മോളാർ മാസ് അല്ലെങ്കിൽ കാർബൺ ആറ്റം ഇൻക്രീസ് ആവുന്ന അനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റിലും ഒരു സ്റ്റഡി ഇൻക്രീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കാണുന്നത് ഒരു സ്റ്റഡി ഇൻക്രീസ്? ഡ്യൂ ടു ഇന്റർമോളിക്കുലർ വാൻഡർവാൾസ് ഫോഴ്സ്. അതായത് മോളിക്കുലർ സൈസ് അല്ലെങ്കിൽ സർഫസ് ഏരിയ ഓഫ് മോളിക്യൂൾ ഇൻക്രീസ് ആവുന്ന അനുസരിച്ചിട്ട് ഇന്റർമോളിക്കുലർ വാൻഡർവാൾസ് ഫോഴ്സും ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ നോക്കുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ആൽക്കെയിൻസ് എന്ന് പറയുന്നത് കെമിക്കലി ഇനേർട്ട് ആണ് ടുവേർഡ്സ് ആസിഡ്സ്, ബേസസ്, ഓക്സിഡൈസിങ് ആസ് വെൽ ആസ് ടുവേർഡ്സ് റെഡ്യൂസിങ് ഏജന്റ്സ്. ഫസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ വരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ആൽക്കെയിൻസിൽ നിന്ന് ഒന്നോ അതിൽ കൂടുതൽ ഹൈഡ്രജൻ ആറ്റത്തിനെ നമുക്ക് ഒരു ഹാലോജൻ അല്ലെങ്കിൽ ഹാലോജൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഹാലോജൻസ് അല്ലെങ്കിൽ നൈട്രോ ഗ്രൂപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൾഫോണിക് ആസിഡ് ഗ്രൂപ്പിനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റീപ്ലേസ്മെന്റ് നടത്താം. ഓക്കെ, അപ്പൊ ഹാലോജനേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഹയർ ടെമ്പറേച്ചറിലായിരിക്കും അല്ലെങ്കിൽ ഇൻ ദി പ്രസൻസ് ഓഫ് ഡിഫ്യൂസ്ഡ് സൺലൈറ്റ് അല്ലെങ്കിൽ UV ലൈറ്റിന്റെ ഒക്കെ പ്രസൻസിലായിരിക്കും. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും 573 to 773 കെൽവിനിലാണ് ഹാലോജനേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇനി ലോവർ ആൽക്കെയിൻസ് ഒരിക്കലും നൈട്രേഷൻ ആൻഡ് സൾഫനേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യില്ല. ഓക്കെ, അപ്പൊ ആൽക്കെയിൻസ് ഇൻ വിച്ച് ഹൈഡ്രജൻ ആറ്റംസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ്, അങ്ങനെയുള്ള ആൽക്കെയിൻസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ക്ലോറിനേഷൻ ഓഫ് മീഥെയ്ൻ. ഓക്കെ, അപ്പൊ CH4 plus Cl2 gives in the presence of HV, that is UV light, gives HCl plus chloromethane. Then CH3Cl plus Cl2 gives dichloromethane. CH2Cl2 plus Cl2 gives trichloromethane. And CHCl3 plus Cl2 gives CCl4, which is tetrachloromethane plus HCl. റേറ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് ആൽക്കെയിൻസ് വിത്ത് ഹാലോജൻസ് വരുന്ന ഓർഡർ നമുക്ക് നോക്കാം. ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ. ഇങ്ങനെയാണ് ആ ഒരു റേറ്റ് ഓഫ് റിയാക്ഷന്റെ ഇൻക്രിമെന്റ് വരുന്നത്. ഓക്കെ, ഇനി റേറ്റ് ഓഫ് റീപ്ലേസ്മെന്റ് ഓഫ് ഹൈഡ്രജൻ ഓഫ് ആൽക്കീൻസ് വരുന്നത് ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഫ്ലൂറിനേഷൻ പ്രോസസ് ആണെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം ഡിഫിക്കൽട്ട് ആയിരിക്കും. അയോഡിനേഷൻ പ്രോസസ് ആണെങ്കിൽ അത് റിവേഴ്സിബിൾ ആൻഡ് വെരി സ്ലോ ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ പ്രോസസ് ആണ്. അത് നമുക്ക് ഓക്സിഡൈസിങ് ഏജൻസ് വെച്ചിട്ട് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ HiO3 ഓർ HNO3. ഇനി ഹാലോജനേഷൻ റിയാക്ഷൻ ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം വെച്ചിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ട് 3 സ്റ്റെപ്സിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് ഫൈനലി ടെർമിനേഷൻ. ഇനി ഇനീഷ്യേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു റിയാക്ഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ക്ലോറിൻ മോളിക്യൂളിന്റെ ഹോമോളിസിസ് വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റിന്റെ പ്രസൻസിലാണ് ഇനിഷ്യേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ക്ലോറിൻ ബോണ്ട് വീക്കർ ആണ് ആസ് കമ്പയർഡ് ടു കാർബൺ ആൻഡ് കാർബൺ ഹൈഡ്രജൻ ബോണ്ട്. അതുകൊണ്ട് തന്നെ ക്ലോറിൻ ബോണ്ടിനെ നമുക്ക് ഈസിയർ ആയിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇനീഷ്യേഷൻ റിയാക്ഷൻ. ഇനി പ്രൊപ്പഗേഷൻ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ മീഥേൻ മോളിക്യൂളിനെ അറ്റാക്ക് ചെയ്യുന്നു and takes the reaction in the forward direction by breaking carbon hydrogen bond. അവിടെ methyl free radical generate ആവുന്നുണ്ട് with the formation of HCl. Okay, അങ്ങനെ ഫോം ചെയ്ത ഒരു methyl radical ക്ലോറിന്റെ സെക്കൻഡ് മോളിക്യൂളിനെ അറ്റാക്ക് ചെയ്യുന്നു and forms CH3Cl.
with the liberation of another chlorine free radical by homolysis of chlorine molecule. അപ്പൊ ഇതാണ് പ്രൊപ്പഗേഷൻ റിയാക്ഷനിൽ നടക്കുന്നത്. ഇനി ടെർമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു റിയാക്ഷൻ സ്റ്റോപ്പ് ആവുന്ന ഒരു കണ്ടീഷൻ ആണ്. റിയാക്ടൻസ് ഫുൾ ആയിട്ട് കൺസ്യൂം ആയാൽ ആ ഒരു റിയാക്ഷൻ ടെർമിനേറ്റ് ആവും അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പൊ ചില കേസിൽ ഫ്രീ റാഡിക്കൽസും ഫുൾ ആയിട്ട് തന്നെ കൺസ്യൂം ആവും ആൻഡ് ചെയിൻ അങ്ങനെ സ്റ്റോപ്പ് ആവാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് റിയാക്ഷൻ വരുന്നത് കമ്പസ്റ്റൻ റിയാക്ഷൻ ആണ്. ആൽക്കെയിൻസിനെ ഡയോക്സിജന്റെ അല്ലെങ്കിൽ എയറിൽ നമ്മൾ ഹീറ്റ് ചെയ്താൽ അത് കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആയിട്ട് മാറും ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ മോളിക്യൂൾ. ഓൾസോ അവിടെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് കൂടി ലിബറേറ്റ് ആവുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള രണ്ട് റിയാക്ഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. CH4 ആൻഡ് C4H10 ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ആൽക്കെയിൻസ്. ഓക്കെ, അപ്പൊ ആൽക്കെയിൻസിന്റെ ജനറൽ ആയിട്ടുള്ള കമ്പഷൻ റിയാക്ഷന്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. CnH2n plus 2 plus 3n plus 1 by 2 O2 gives NCO2 plus n plus 1 H2. ഓക്കെ, അപ്പം ഈ ഒരു കമ്പഷൻ ടൈമിൽ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ ആൽക്കെയിൻസ് നമ്മൾ ഫ്യൂൾസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി ആൽക്കെയിൻസ് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് കമ്പഷൻ പ്രോസസ് അണ്ടർഗോ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് എമൗണ്ട് ഓഫ് എയർ ഓർ ഡയോക്സിജന്റെ പ്രസൻസിലാണ് കമ്പഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ കാർബൺ ബ്ലാക്ക് അവിടെ ഫോം ആവും. ഓക്കെ, ഈ കാർബൺ ബ്ലാക്ക് നമ്മൾ ബ്ലാക്ക് പിഗ്മെന്റ്സ് അല്ലെങ്കിൽ ഇങ്ക്, പ്രിന്റർ ഇങ്കിന്റെ ഒക്കെ മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് കൺട്രോൾഡ് ഓക്സിഡേഷൻ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. ആൽക്കെയിൻസിന് നമ്മളൊരു റെഗുലേറ്റഡ് സപ്ലൈ ഓഫ് ഡയോക്സിജൻ അല്ലെങ്കിൽ എയർ വെച്ചിട്ട് ഹീറ്റ് ചെയ്യിക്കുന്നു അറ്റ് ഹൈ പ്രഷർ ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ പ്രൊഡക്ട്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 2CH4 plus O2 in the presence of copper at 100 atmospheric pressure and 523 Kelvin നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? മെത്തനോൾ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി CH4 plus O2 in the presence of MO2O3 നമുക്ക് എന്താണ് കിട്ടുന്ന പ്രൊഡക്റ്റ്? മെത്തനാൽ പ്ലസ് വാട്ടർ മോളിക്യൂൾ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി 2CH3 plus 3O2 in the presence of catalyst CH3COO twice Mn നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? എത്തനോയിക് ആസിഡ് പ്ലസ് 2H2 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഓർഡിനറിലി ആൽക്കെയിൻസ് ഓക്സിഡേഷനെ റെസിസ്റ്റ് ചെയ്യും. പക്ഷെ ടേർഷറി ഹൈഡ്രജൻ ആറ്റം ഉള്ള ആൽക്കെയിൻസിനെ നമുക്ക് ഓക്സിഡൈസ് ചെയ്യാനായിട്ട് പറ്റും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോൾസിൽ ബൈ യൂസിങ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓർ KMnO4. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് 2-methyl propane 2-methyl propan 2-ol ആക്കിയിട്ട് ഓക്സിഡൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഐസോമറൈസേഷൻ റിയാക്ഷൻ ആണ്. ആൽക്കെയിൻസിനെ നമ്മൾ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിന്റെ പ്രസൻസിൽ ഐസോമറൈസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ബ്രാഞ്ച്ഡ് ചെയിൻ ഓഫ് ആൽക്കെയിൻസ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ചില കേസിൽ നമുക്ക് മേജർ പ്രൊഡക്റ്റും കിട്ടുന്നുണ്ടാവും, ഓൾസോ മൈനർ പ്രൊഡക്റ്റും കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ മൈനർ പ്രൊഡക്റ്റ് നമ്മൾ ഓർഗാനിക് റിയാക്ഷനിൽ നോർമലി റിപ്പോർട്ട് ചെയ്യാറില്ല. അപ്പൊ ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് N-ഹെക്സൈൻ ആണ്. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യിക്കുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്. അപ്പൊ ഐസോമറൈസേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മേജർ ആൻഡ് മൈനർ പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? 2-methyl pentane 3-methyl pentane ആണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അരോമാറ്റൈസേഷൻ ആണ്. 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാർബൺ ആറ്റംസ് ഉള്ള N-ആൽക്കെയിൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്യിക്കുകയാണ് to 773 Kelvin at 10 to 20 atmospheric pressure. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഏജന്റ്സ് എന്തൊക്കെയാണ്? ഓക്സൈഡ്സ് ഓഫ് വാനഡിയം, മൊളിബ്ഡിനം അല്ലെങ്കിൽ ക്രോമിയം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, over alumina get dehydrogenated and cyclized to benzene and its homologues. ഈ ഒരു റിയാക്ഷൻ ആണ് നമ്മൾ അരോമാറ്റൈസേഷൻ അല്ലെങ്കിൽ റീഫോമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു
കോമ്പൗണ്ട് ആണ് ടൊളുവിൻ അല്ലെങ്കിൽ C7H8 എന്ന് പറയും. ഇത് ബെൻസീന്റെ ഒരു മീഥൈൽ ഡെറിവേറ്റീവ് ആണ്. ഇനി നെക്സ്റ്റ് റിയാക്ഷൻ വരുന്നത് റിയാക്ഷൻ വിത്ത് സ്റ്റീം ആണ്. നമ്മളിവിടെ എടുക്കുന്ന എക്സാമ്പിൾ മീഥൈൻ ആണ്. CH4 in the presence of steam, that is H2O at 1273 Kelvin in the presence of nickel catalyst. നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ് ആൻഡ് ഡൈഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഓക്കെ, അപ്പം ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനിലൊക്കെ ഡൈഹൈഡ്രജൻ ഗ്യാസ് ഈ ഒരു റിയാക്ഷൻ വിത്ത് സ്റ്റീം മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പൈറോളിസിസ് ആണ്. ഹയർ ആൽക്കെയിൻസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഹയർ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോവർ ആൽക്കെയിൻസ് ആയിട്ട് ഡീകമ്പോസ് ആവും, അല്ലെങ്കിൽ ലോവർ ആൽക്കീൻസ് ആയിട്ട് ഡീകമ്പോസ് ആവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇൻറ്റു സ്മോളർ ഫ്രാഗ്മെന്റ്സ് അല്ലെങ്കിൽ പീസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീറ്റ്, അതിനാണ് നമ്മൾ ക്രാക്കിംഗ് അല്ലെങ്കിൽ പൈറോളിസിസ് പ്രോസസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് C6H14 ആണ് പൈറോളിസിസ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ പൈറോളിസിസ് ഓഫ് ആൽക്കീൻസ് എന്ന് പറയുന്ന ഒരു ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ ആണ്. ഈ ഒരു പൈറോളിസിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഓയിൽ ഗ്യാസ്, പെട്രോൾ ഗ്യാസിന്റെ ഒക്കെ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോഡിക്കെയിൻ എന്ന് പറയുന്നത് കെറോസിൻ ഓയിലിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. അതിന് നമ്മൾ 973 കെൽവിനിൽ പ്ലാറ്റിനം, പലേഡിയം അല്ലെങ്കിൽ നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? ഹെപ്റ്റെയിൻ, പെൻറ്റീൻ പ്ലസ് അതർ പ്രൊഡക്ട്സ് ആണ് നമുക്കിവിടെ പൈറോളിസിസിൽ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ആൽക്കെയിൻസിന്റെ കൺഫർമേഷൻസ് നോക്കാം. ആൽക്കെയിൻസിന് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ആ ഒരു സിഗ്മ മോളിക്കുലർ ഓർബിറ്റലിന്റെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിമെട്രിക്കൽ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. അതായത് കാർബൺ കാർബൺ ഇന്റർ ന്യൂക്ലിയർ ആക്സിസിന് അറൌണ്ട് ആയിട്ട് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് നോട്ട് ഡിസ്റ്റർബ്ഡ് ഡ്യൂ ടു റൊട്ടേഷൻ അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു റൊട്ടേഷൻ കൊണ്ട് ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വൺ അനദർ ബൈ റൊട്ടേഷൻ അറൌണ്ട് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിനെയാണ് നമ്മൾ കൺഫർമേഷൻസ് അല്ലെങ്കിൽ കൺഫോമേഴ്സ്, റോട്ടമേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആൽക്കെയിൻസിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കൺഫർമേഷൻസ് ആണ് ഉള്ളത് ബൈ റൊട്ടേഷൻ അറൌണ്ട് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്സ്. ഓക്കെ, പക്ഷെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിന് ചുറ്റുമുള്ള ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ഹിൻഡ്രൻസസ്, അതായത് ഒരു സ്മോൾ എനർജി ബാരിയറിന്റെ ഹിൻഡ്രൻസസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഡ്യൂ ടു വീക്ക് റിപ്പൾസീവ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ അഡ്ജസന്റ് ബോണ്ട്സ്. അപ്പൊ അങ്ങനെ ഉള്ള ടൈപ്പ് ഓഫ് റിപ്പൾസീവ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സിനെയാണ് നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ എന്ന് റെഫർ ചെയ്യുന്നത്. ഇനി കൺഫർമേഷൻസ് ഓഫ് ഈഥൈൻ നോക്കുകയാണെങ്കിൽ ഈഥൈന്റെ കെമിക്കൽ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്: C2H6. ഈഥൈന് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ് ഉള്ളത്. ഓരോ കാർബൺ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഈഥൈന്റെ ഒരു കാർബൺ ആറ്റത്തിനെ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് ബാക്കി കാർബൺ ആറ്റംസ് ആ ഒരു കാർബൺ കാർബൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു റൊട്ടേഷൻ കാരണം എന്താണ്? സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച് ടു വൺ കാർബൺ ആറ്റം വിത്ത് റെസ്പെക്ട് ടു അതർ കാർബൺ ആറ്റം അല്ലെ, ചേഞ്ച് ആവും അല്ലെ. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് സ്പേഷ്യൽ അറേഞ്ച്മെന്റിനെ ആണ് നമ്മൾ കൺഫർമേഷണൽ ഐസോമേഴ്സ് അല്ലെങ്കിൽ കൺഫോർമേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈഥൈന്റെ കേസിലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കൺഫർമേഷൻസ് പോസിബിൾ ആണ്. അങ്ങനെയുള്ള 2 കൺഫർമേഷൻസ് ആണ് മെയിൻലി നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, എക്ലിപ്സ്ഡ് കൺഫർമേഷനും സ്റ്റാഗേർഡ് കൺഫർമേഷനും. എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്താണ്? കൺഫർമേഷൻ ഇൻ വിച്ച് ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച്ഡ് ടു 2 കാർബൺ ആറ്റംസ് ആർ ആസ് ക്ലോസ്ഡ് ടുഗദർ ആസ് പോസിബിൾ. അതായത് ക്ലോസ്ഡ് ടുഗദർ എന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആയിരിക്കും. ഇനി ഹൈഡ്രജൻ ആറ്റംസ് ഫാർ എപ്പാർട്ട് ആണെങ്കിൽ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആയിരിക്കും.
ഇനി എക്ലിപ്സിനും സ്റ്റാഗേർഡ് കൺഫർമേഷനും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കൺഫർമേഷൻ ആണ് സ്ക്യൂ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൺഫർമേഷൻ ഏത് തന്നെ ആയാലും എല്ലാ കൺഫർമേഷൻസിലും ബോണ്ട് ആംഗിളും ബോണ്ട് ലെങ്ത്തും സെയിം ആയിട്ടായിരിക്കും റിമെയിൻ ചെയ്യുന്നത്. ഇനി എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷനെ നമുക്ക് രണ്ട് പ്രൊജക്ഷൻസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ദേ ആർ സോഹോഴ്സ് ആൻഡ് ന്യൂമാൻ പ്രൊജക്ഷൻസ്. ഇനി സോഹോഴ്സ് പ്രൊജക്ഷൻ എന്താന്ന് നോക്കാം. അപ്പൊ ഈ ഒരു സോഹോഴ്സ് ടൈപ്പ് ഓഫ് പ്രൊജക്ഷനിൽ മോളിക്യൂളിനെ നമ്മൾ മോളിക്കുലർ ആക്സിസിൽ എലോങ് ആയിട്ടായിരിക്കും വ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് നമ്മൾ ഒരു പേപ്പറിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു ബൈ ഡ്രോയിങ് സെൻട്രൽ കാർബൺ കാർബൺ ബോണ്ടസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അതിന്റെ ആ ഒരു ലൈനിന്റെ അപ്പർ എൻഡ് നമ്മൾ സ്ലൈറ്റ്ലി ടിൽറ്റ് ചെയ്തിട്ടായിരിക്കും, അതായത് റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കുറച്ച് ചരിച്ചിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഫ്രണ്ട് കാർബൺ ആയിരിക്കും നമ്മൾ ലൈനിന്റെ ലോവർ എൻഡിൽ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പർ എൻഡിൽ എക്സിബിറ്റ് ചെയ്യുന്നത് റിയർ കാർബൺ ആറ്റം ആയിരിക്കും. ഓരോ കാർബണും 3 ലൈൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും കറസ്പോണ്ടിങ് ടു 3 ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, ഇനി ലൈൻസ് എല്ലാം തന്നെ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് 120 ഡിഗ്രി ടു ഈച്ച് അതറിലായിരിക്കും. സോഹോഴ്സ് പ്രൊജക്ഷൻ ഓഫ് എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ഓഫ് ഈഥൈന്റെ സോഹോഴ്സ് പ്രൊജക്ഷൻ ആണ്. ഇതാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈഥൈന്റെ പ്രൊജക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ന്യൂമാൻ പ്രൊജക്ഷൻ ആണ്. അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ മോളിക്യൂളിനെ നമ്മൾ വ്യൂ ചെയ്യുന്നത് കാർബൺ കാർബൺ ബോണ്ട് ഹെഡ് ഓണിലായിരിക്കും. ഓക്കെ, അതായത് കാർബൺ ആറ്റം നിയറർ ടു ദി ഐ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പോയിന്റ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി ആ ഒരു ഫ്രണ്ട് കാർബണോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള 3 ഹൈഡ്രജൻ ആറ്റത്തിനെ, ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 3 ലൈൻസ് വെച്ചിട്ടായിരിക്കും. അത് ഡ്രോ ചെയ്യുന്ന 3 ലൈൻസ് നമ്മൾ 120 ഡിഗ്രി ടു ഈച്ച് അതറിലായിരിക്കും ഡ്രോ ചെയ്യുന്നത്. ഇനി ഇവിടെ റിയർ കാർബൺ ആറ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സർക്കിൾ വെച്ചിട്ടാണ്. ആൻഡ് 3 ഹൈഡ്രജൻ ആറ്റംസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഷോർട്ടർ ലൈൻ വെച്ചിട്ടാണ്. അപ്പൊ ന്യൂമാൻ പ്രൊജക്ഷൻ ഓഫ് ഈഥൈന്റെ എക്ലിപ്സ്ഡ് ഫോം ആണിത്. ഇതാണ് സ്റ്റാഗേർഡ് ഫോം വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ആംഗിൾ ആണ് ഈ 2 ഹൈഡ്രജന്റെ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ടോർഷൻ ഓർ ഡൈഹീഡ്രൽ ആംഗിൾ എന്നൊക്കെ പറയുന്നത്. ഇനി കൺഫർമേഷൻസിന്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി നമുക്ക് നോക്കാം. ഈഥൈന്റെ സ്റ്റാഗേർഡ് ഫോമില് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറയുന്നത് ഫാർ അപ്പാർട്ട് ആയിരിക്കും. അതായത് എത്രയേറെ ഫാർ ആവാൻ പറ്റുമോ അത്രയും ഫാർ ആയിട്ടായിരിക്കും ആ ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ടില് ഇലക്ട്രോൺ ക്ലൗഡ്സ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ മിനിമം റിപ്പൾസീവ് ഫോഴ്സസ് ആയിരിക്കും ആൻഡ് മിനിമം എനർജി ആയിരിക്കും ആൻഡ് മാക്സിമം സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ ആയിരിക്കും സ്റ്റാഗേർഡ് ഫോം ഓഫ് ഈഥൈനിൽ വരുന്നത്. ഇനി സ്റ്റാഗേർഡ് ഫോമിൽ നിന്ന് എക്ലിപ്സ്ഡ് ഫോമിലേക്ക് ചേഞ്ച് ആവുമ്പോഴത്തേക്കും ഇലക്ട്രോൺ ക്ലൗഡ്സ് എന്താണ് അടുത്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത് വരുന്ന സമയത്ത് എന്താണ് ഇലക്ട്രോൺ ക്ലൗഡ് റിപ്പൾഷൻ അവിടെ ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി റിപ്പൾസീവ് ഫോഴ്സസ് അതിന്റെ ഒരു ഇൻക്രീസ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ഒരു മോളിക്യൂളിന് മോർ എനർജി ആൻഡ് ലെസ്സർ സ്റ്റെബിലിറ്റി ആയിരിക്കണം വേണ്ടത്. ഓക്കെ, ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, റിപ്പൾസീവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ഇലക്ട്രോൺ ക്ലൗഡ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട്. അത് ഒരു കൺഫർമേഷന്റെ സ്റ്റെബിലിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സ്ട്രെയിൻ കൂടിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോർഷണൽ സ്ട്രെയിനിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആംഗിൾ ഓഫ് റൊട്ടേഷൻ അബൌട്ട് കാർബൺ കാർബൺ ബോണ്ട് ആയിരിക്കും. അപ്പൊ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ഡൈഹീഡ്രൽ ആംഗിൾ അല്ലെങ്കിൽ ടോർഷണൽ ആംഗിൾ എന്ന് പറയുന്നത്. ഈഥൈന്റെ എല്ലാ കൺഫർമേഷൻസും എടുത്തിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ ലീസ്റ്റ് ടോർഷണൽ സ്ട്രെയിൻ വരുന്നത് സ്റ്റാഗേർഡ് ഫോമിനായിരിക്കും ആൻഡ് മാക്സിമം ടോർഷണൽ സ്ട്രെയിൻ വരുന്നത് എക്ലിപ്സ്ഡ് ഫോമിനായിരിക്കും. ഓൾസോ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ് എക്ലിപ്സ്ഡ് കൺഫർമേഷനെക്കാട്ടും മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മോളിക്യൂള് ലാർജ്ലി റിമെയിൻ ചെയ്യുന്നതും സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ തന്നെയായിരിക്കും. ഓക്കെ, ഇനി റൊട്ടേഷൻ അറൌണ്ട് കാർബൺ കാർബൺ ബോണ്ട് ഈഥൈനില് കംപ്ലീറ്റ്ലി ഫ്രീ അല്ല ഒരിക്കലും. അതിന്റെ ആ ഒരു എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2 എക്സ്ട്രീം ഫോംസിന്റെ ഓർഡർ വരുന്നത് 12.5 കിലോ ജൂൾ പെർ മോൾ ആണ് ഓൾമോസ്റ്റ്. പക്ഷെ
ഈത്തൈനില് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിന് അറൌണ്ട് ആയിട്ടുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫ്രീ ആണ്. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് ആൽക്കൈൻസ് ടോപ്പിക്കിൽ വരുന്നത്. താങ്ക് യു.